ഹായ് കൂട്ടുകാരെ. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു പെപ്പർ ചിക്കൻ ആട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പൊ നോക്കിയാലോ എങ്ങനെയാ ഉണ്ടാക്കുന്നത്. സിമ്പിൾ ആട്ടോ, ബാച്ചിലേഴ്സിനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുവേ. അപ്പൊ അതെ നമുക്ക് നോക്കാം വീഡിയോയിലൊക്കെ. അതെ സ്റ്റവ് കത്തിക്കുവാണേ. ഇത് കല്ല് ചൂടാവട്ടെ കേട്ടോ. ഞാൻ ഇരുമ്പിന്റെ ചീനച്ചട്ടിയിലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ അതെ ഞാൻ എണ്ണ ഒഴിക്കുക കേട്ടോ, കുറച്ചെണ്ണ. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഉള്ളി ചേർക്കണം കേട്ടോ. അപ്പൊ ഇത് എണ്ണ ചൂടായിട്ടുണ്ടേ. ഞാൻ ഒരു നുള്ളു പെരിഞ്ചീരം ഇടുക കേട്ടോ. പെരിഞ്ചീരം മൂത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഉള്ളി ചേർക്കാവേ. ഇത് 2 സവോള ഉണ്ട് കേട്ടോ, ചെറിയ 2 സവോള. പെരിഞ്ചീരകം മൂത്തിട്ടുണ്ട്, ഞാൻ ഉള്ളി ചേർക്കുക കേട്ടോ. ഉള്ളി നന്നായിട്ട് വഴറ്റണം കേട്ടോ. ഉള്ളി നന്നായിട്ട് വഴറ്റണേ. ഉള്ളി പെട്ടെന്ന് വഴന്നു കിട്ടാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർക്കാം കേട്ടോ. ഉപ്പ് ചേർത്താൽ ഉള്ളി പെട്ടെന്ന് വഴന്നു കിട്ടും. അത്രയും കുറച്ച് പിന്നെ കറക്കി ചേർത്താൽ മതി കേട്ടോ. ഉള്ളിയുടെ കൂടത്തിൽ നമുക്ക് കുറച്ച് പച്ചമുളക്, ഒരു 5-6 പച്ചമുളക് ഉണ്ട് കേട്ടോ. ഞാൻ എരിവിന് പച്ചമുളകും കുരുമുളകും മാത്രം ചേർക്കുന്നുള്ളേ. ചുവന്ന മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഇതിന് നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ. അപ്പൊ ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർക്കും കേട്ടോ. ഇതൊന്ന് ഒന്നിച്ച് വഴന്നു വരട്ടെ. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായി വഴന്നു കഴിഞ്ഞ് നമുക്ക് ഒരു തക്കാളി ചേർക്കണം, ചെറിയൊരു തക്കാളി. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വഴന്നു വരുന്ന വരെ നോക്കാം. അപ്പൊ ഇത് ഞാൻ കുറച്ച് കരിയാപ്പിലയും കൂടെ ഇടുക കേട്ടോ. നല്ലടി മാറി നിൽക്കേ, പൊള്ളു കേട്ടോ. അപ്പൊ ഉള്ളിയൊക്കെ അതെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. അപ്പൊ ഞാൻ തക്കാളിയും കൂടെ ചേർക്കുക കേട്ടോ. ഇതൊരു തക്കാളിയുണ്ട് കേട്ടോ, ഒരു മിനിമം വലിപ്പമുള്ള തക്കാളിയാണ്. ഇതും കൂടി ഒന്ന് നന്നായി വഴന്നു വരണം കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് തുറന്നു നോക്കാവേ. ഇതെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം കേട്ടോ. ഇതൊരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇതെല്ലാം പച്ചമണം മാറുന്നിടം വരെ വഴറ്റണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. പിന്നെ ചൂടാ മോന് മാറ്. ഇത് കുറച്ച് 1/2 ടീസ്പൂൺ ഗരം മസാല കേട്ടോ. ഞാൻ പൊടിച്ചതാണേ. കറുവപ്പട്ടയും ഗ്രാമ്പും എല്ലാം കൂടെ പൊടിച്ച് വെച്ചതാട്ടോ. പിന്നെ ഒരു കഷ്ണം എന്താ പറയാ, സർവേ സുഗന്ധിയുടെ ഇല കേട്ടോ. ഇത് ഉണങ്ങിയതാ, നാട്ടിൽ നിന്ന് കൊണ്ടുവച്ചതാ. പിന്നെ
1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. ഞാൻ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല കേട്ടോ, പകരം കുരുമുളകാണ് യൂസ് ചെയ്യുന്നത്. ഇത് കുറവാണെങ്കിൽ പിന്നെ ഒന്നുകൂടെ ചേർക്കും കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മൂത്ത് വരുന്നിടം വരെ ഒന്ന് വഴറ്റണം, പച്ചമണം പോകുന്നിടം വരെ. അധികം മസാല ഒന്നുമില്ല, സിമ്പിൾ അല്ലേ, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും, ബാച്ചിലേഴ്സിനൊക്കെ. അപ്പൊ ഇതെല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഒരു ചിക്കനാണേ, ഞാനിത് അതിനകത്തേക്ക് ചേർക്കുക കേട്ടോ. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കുകയില്ല കേട്ടോ, വഴറ്റിയിട്ട് അടച്ചു വെച്ച് വേവിക്കും കേട്ടോ. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളുവേ. ഉപ്പ് ചിലപ്പോൾ കുറച്ചുകൂടെ ചേർക്കേണ്ടി വരും, ഉപ്പും കുരുമുളക് പൊടി നോക്കിയിട്ട് വേണം ചേർക്കാൻ. അപ്പൊ ഇത് നമുക്ക് അടച്ചു വെക്കാവേ. ഇതിന് വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പൊ തീ സിമ്മിലിട്ട് വെക്കണം കേട്ടോ, തീ കുറച്ചിടണേ, ഇല്ലെങ്കിൽ അടി പിടിക്കും. നമുക്ക് അടച്ചു വെച്ച് ഒന്ന് നോക്കാം. അപ്പൊ ഇത് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അത് ഇട്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് എണ്ണ കടുക് പൊട്ടിച്ചിടാവേ. ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയില ഇടുവാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവില്ല, കുറച്ച് മല്ലിയില ഇടുക കേട്ടോ. അപ്പൊ ഞാൻ കടുക് പൊട്ടിക്കുവാണേ, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്. കുറച്ച് മതിയിട്ട് എണ്ണ, നേരത്തെ നമ്മൾ വഴറ്റാൻ വേണ്ടി എണ്ണ ചേർത്തുകൊണ്ട് കുറച്ച് മതിട്ടോ. കുറച്ച് കടുക്, അപ്പൊ കുറച്ച് ചെറിയുള്ളി ഇടുവാണേ. ഒന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പൊ ഇത് ചേർക്കുവാണ്. ഇത് നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ.